സിറോ മലബാർ സഭയിൽ ബിഷപ്പ് പാംപ്ലാനി പ്രവർത്തിക്കുന്ന 6 അനീതികൾ ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ രംഗത്തെത്തി. എറണാകുളത്ത് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയ്ക്കും ജനാഭിമുഖവും അൾത്താരാഭിമുഖവും വചനപീഠം ഉപയോഗിക്കണമെന്ന് സമവായം ഉണ്ടാക്കിയിട്ട് അത് നടപ്പിലാക്കുന്നില്ല. പാംപ്ലാനിയുടെ വികാരി ജനറൽമാർ പള്ളികളിൽ വചനപീഠം ഉപയോഗിക്കാതെ കുർബാന ചൊല്ലുന്നത് പാംപ്ലാനിയുടെ നിർദ്ദേശപ്രകാരമാണ്. സമവായ പ്രകാരം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അർപ്പിക്കുന്ന നിയമാനുസൃത കുർബാന എല്ലാവർക്കും പങ്കെടുക്കാൻ അസൗകര്യമുള്ള ഉച്ച സമയത്ത് ക്രമീകരിച്ചത് പാംപ്ലാനിയുടെ അനുവാദത്തോടെയാണ്. സഭയോടൊപ്പം നിന്ന വിശ്വാസികൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന പാംപ്ലാനി യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് സഭയുടെ നിലപാടുകളെയാണ്. എറണാകുളത്തെ പ്രശ്നങ്ങൾ തീർന്നുവെന്ന് റോമിനെ തെറ്റിദ്ധരിപ്പിച്ച് വിമത ഭാഗത്തിൽ നിന്ന് 2 പേരെ മെത്രാന്മാരാക്കാൻ നീക്കം നടത്തുന്നു. വിമത ഭാഗത്തിൻ്റെ വിഘടന പ്രവർത്തനങ്ങൾ തുടരാൻ ഇത് കാരണമാകും. വിഘടന പ്രവർത്തനങ്ങൾ നടത്തിയ സഹായ മെത്രാന്മാരെ വത്തിക്കാൻ ബലമായി പുറത്താക്കുകയും പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ നിയമിക്കുകയും ചെയ്തതാണ്. ഇതേ അവസ്ഥ വീണ്ടും സൃഷ്ടിക്കാൻ പാംപ്ലാനി ശ്രമിക്കുന്നു. പരിശുദ്ധ കുർബാനയെ ബോധപൂർവം അവഹേളിക്കുകയും കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വൈദികനെ കൊല്ലാൻ ശ്രമിക്കുകയും റിലേ സമര കുർബാന ചൊല്ലുകയും ചെയ്ത വിമത വൈദികരെയും അവരുടെ ചൊൽപ്പടിക്കാരെയും ഉന്നത സ്ഥാനങ്ങൾ നൽകി പാംപ്ലാനി ആദരിക്കുന്നു. മാർപ്പാപ്പയോടും പരിശുദ്ധ സിംഹാസനത്തോടും വിശ്വാസ്യതയോടെ നിന്ന വൈദികരെ മുഖ്യസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി വിമത വിഘടനവാദി വൈദികരെ അവിടെ പ്രതിഷ്ഠിച്ചു. ഔദ്യോഗിക കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ അത് തുടരണമെന്ന് വത്തിക്കാൻ നിർദ്ദേശം ഉണ്ടായിരിക്കുകയും സമവായത്തിൽ തീരുമാനിക്കുകയും ചെയ്ത പാംപ്ലാനി കുരിയ അംഗങ്ങളെ ഉപയോഗിച്ച് ഈ പള്ളികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒരു വിമത കുർബാന ചൊല്ലിക്കുന്നു. പാംപ്ലാനി പ്രവർത്തിക്കുന്നത് അനീതിയാണ്. എറണാകുളത്തെ കത്തോലിക്ക വിശ്വാസികൾ മുറവിളി കൂട്ടുന്നത് നീതിക്ക് വേണ്ടിയാണ്. അങ്ങേക്ക് എത്ര കാലം നീതിയെ കൊല ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്.